രാജസ്ഥാനിലെ ചോമു പട്ടണത്തിൽ പുലർച്ചെ 3 മണിക്ക് അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങൾ. ഒരു പള്ളിക്ക് മുന്നിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം കല്ലേറിലും സംഘർഷത്തിലും കലാശിച്ചു. സ്ഥിതിഗതികൾ വഷളായതോടെ പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. ജയ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ചോമുവിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവങ്ങളുടെ തുടക്കം. കലന്ധരി മസ്ജിദിന് മുന്നിലെ റോഡിനരികിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് റെയിലിങ്ങുകൾ നീക്കം ചെയ്യാൻ പോലീസ് JCB മെഷീനുകളുമായി എത്തിയതോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. നീക്കത്തെ എതിർത്ത ഒരു സംഘം ആളുകൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും നേരിയ ബലപ്രയോഗവും നടത്തേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഭരണകൂടവും പ്രദേശവാസികളും തമ്മിൽ നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നതാണ്. പള്ളിക്ക് മുന്നിലെ റോഡ് കയ്യേറി സ്ഥാപിച്ച കല്ലുകൾ സ്വമേധയാ നീക്കം ചെയ്യാമെന്ന് സമുദായ അംഗങ്ങൾ സമ്മതിച്ചിരുന്നതുമാണ്. എന്നാൽ കല്ലുകൾ നീക്കം ചെയ്തതിന് പിന്നാലെ അവിടെ ഇരുമ്പ് റെയിലിങ്ങുകൾ സ്ഥാപിച്ച് അതിർത്തി തിരിക്കാൻ വീണ്ടും ശ്രമമുണ്ടായി. റോഡ് ഏരിയയിലേക്ക് അതിക്രമിച്ച് കയറിയുള്ള ഈ നിർമ്മാണം തടയാൻ പോലീസ് എത്തിയതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. നിലവിൽ ചോമുവിൽ അതീവ ജാഗ്രത തുടരുകയാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ചോമുവിന് പുറമെ ഹർമദ, വിശ്വകർമ്മ തുടങ്ങിയ സമീപ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വൻ സേനയെ തന്നെയാണ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ പോലീസ് സംഘം പട്ടണത്തിൽ ഫ്ലാഗ് മാർച്ച് നടത്തി വരികയാണ്. ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് രാജസ്ഥാൻ പോലീസ് ഡയറക്ടർ ജനറൽ സഞ്ജയ് അഗർവാൾ പറഞ്ഞിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6ഓളം പേരെ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും സമാധാനം ഉറപ്പിക്കാൻ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് നിലനിർത്തിയിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന കർശന നിലപാടിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.